ഏവനെങ്കിലും ചാണകക്കുഴിയിൽ വീണിട്ട് ഉടനെ തന്നെ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഐ ഫോൾ ഇൻ ചാണകക്കുഴി, ഈ ഫസ്റ്റ് ലുക്ക് ഈസ് നോട്ട് സിൻ, അതുകൂടെ എഴുതി വെച്ചോണം. വേണമെങ്കിൽ നമ്മൾ വഴിയെ പോകുമ്പോൾ അനേക ആൺകുട്ടികളോട് പറയണം, നല്ല പെൺകുട്ടികളെ കാണും, സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കാണും, കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ നോക്കിപ്പോവും. അതിൽ തെറ്റില്ല. ചില കുരങ്ങുകൾ ചാടി ചാടി വരും പിന്നാലെ, ചില ആനകൾ വരും, പറഞ്ഞേട്ടോ, ചില പൂച്ചകൾ വരും. ഇതിനെല്ലാം അങ്ങ് പേരിട്ട് പറഞ്ഞു വിട്ടോളണം, നിങ്ങൾക്കുള്ളതല്ല. ബഹുമാനപ്പെട്ട സാർ ബ്രദർ ബെൻസിക് മിരാൻഡ ട്രിവാൻഡ്രം തുടർന്ന് ക്ലാസ് നയിക്കേണ്ടതിന് നിങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞുള്ള ഉച്ചയ്ക്കുള്ള ക്ലാസ്സുകൾ സാധാരണ എല്ലായിടത്തും എനിക്ക് ഉച്ചയ്ക്ക് ക്ലാസ് എടുക്കാനായിട്ട് അവസരം തരാറുള്ളൂ. എന്തോ കാരണം എന്നറിയാമോ? എന്തായിരിക്കും കാരണം എന്നറിയാമോ? ഈ ക്ലാസ് കഴിഞ്ഞാൽ മിക്കവാറും രാത്രി പോലും ഉറങ്ങാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ക്ലാസ് ആയിരിക്കും മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം എന്നെ എടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണ ആളുകളുടെ ഒരു ചിന്തയുണ്ട്, ഇത് ആർക്കുള്ളതാണ്, എന്തോ പ്രശ്നമുള്ളവർക്കുള്ളതാണ് എന്നൊരു ചിന്തയുണ്ട്. എന്തായാലും ഇത് പ്രശ്നമുള്ളവർക്കല്ല, ഭാവിയിൽ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് സാധാരണ ഈ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ പറയാറുള്ളത്. പക്ഷെ ഞാൻ വേദപുസ്തകത്തിൽ നിന്നുകൊണ്ടായിരിക്കും സാധാരണ വിഷയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത്. അതിനു മുൻപായിട്ട് നിങ്ങളുടെ ഈ കോൺസെൻട്രേഷൻ, ശ്രദ്ധ എന്ന് പറയും, നമുക്കെല്ലാം ദൈവം തന്നിട്ടുള്ള പ്രത്യേകമായ കഴിവാണ് ശ്രദ്ധ. നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൂർപ്പിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഷാർപ്പണാക്കാനായിട്ട് ഒരു ചെറിയൊരു ആക്ടിവിറ്റിയിൽ നിന്നങ്ങ് തുടങ്ങുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് ക്ലാപ്പ് ചെയ്യാം. ആദ്യം ക്ലാപ്പ് ചെയ്യാം. ഗിവ് എ ക്ലാപ്പ്. ഇനി ഞാനൊരു താളം പറയും, ആ താളത്തിൽ നിങ്ങൾ ക്ലാപ്പ് ചെയ്യുന്നു. റെഡി? ഞാനൊരു താളം പറയുന്നു, ആ താളത്തിൽ നിങ്ങൾ ക്ലാപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ക്ലാപ്പ് ചെയ്ത് കാണത്തില്ല, അതായിരിക്കും താളം. മനസ്സിലായോ? പറയട്ടെ? ഞാൻ പറയുന്ന താളത്തിൽ നിങ്ങൾ ക്ലാപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ താളം പറയരുത്, താളം പറയുകയേ ചെയ്യരുത്. ഓക്കെ. പപ്പടം, ഒന്നുകൂടെ, പപ്പടം. എക്സലന്റ്, ഗുഡ്. ഒന്നുകൂടെ, പപ്പടം, പടപടം. ഗേൾസിന്റെ പടപടം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒന്നുകൂടെ, പപ്പടം, പടപടം, വട്ടത്തിൽ കൃത്യം. വട്ടം കൃത്യമായി, ഒറ്റ അടിയിൽ വട്ടം കൃത്യമായി. ഒന്നുകൂടെ, പപ്പടം, പടപടം, വട്ടത്തിൽ ചുട്ടെടുത്തു. ചുടലങ്ങ് ശരിയായില്ലെന്ന് തോന്നുന്നു. എവിടെ ഒരു ബോയ്സ് മാത്രം. ബോയ്സ്, യു റെഡി? പപ്പടം, പടപടം, വട്ടത്തിൽ ചുട്ടെടുത്തു. ഇനി ഇവരുടെ പപ്പടം ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഗേൾസ്, പപ്പടം, പടപടം, വട്ടത്തിൽ ചുട്ടെടുത്തു. എക്സലന്റ്. നിങ്ങളുടെ ശ്രദ്ധ ഇപ്പൊ ഏതാണ്ട് ഞാൻ എന്താണോ പറഞ്ഞത് അത് നിങ്ങളുടെ തലച്ചോറിനകത്തോട്ട് കയറ്റി അത് നിങ്ങൾ ഡീകോഡ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലൂടെ ക്ലാപ്പുകളായിട്ട് പുറത്തു കൊണ്ടുവന്നു. ആണോ അല്ലയോ? ഇത് തന്നെയാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യേക കഴിവ്. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഡീകോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ കേൾക്കുന്നത് അത് കൊണ്ടുവരാനുള്ള പ്രത്യേകമായ കഴിവ് ദൈവം തന്നിരിക്കുന്നത് മനുഷ്യ സൃഷ്ടികളായിരിക്കുന്ന നമുക്ക് തന്നെയാണ്. ഹല്ലേലൂയ. ഈ കഴിവ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ നഷ്ടമായി പോയിട്ടില്ല എന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സാന്നിധ്യത്തിലേക്ക് നാം മടങ്ങി വരുന്ന ഒരു ഉച്ച കഴിഞ്ഞ സമയമായി തീരാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കഴിഞ്ഞ ചില നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ എന്തോ നഷ്ടം വന്നുപോയി, എനിക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില തകർച്ചകൾ വന്നു, പ്രശ്നങ്ങൾ വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ദിസ് ഈസ് ദ ടൈം
ടു കം ബാക്ക്. നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ ക്ലാസ് എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതെന്താണ് സംഭവം എന്ന് പറയാമോ? ഈ ചിത്രത്തിൽ കാണുന്ന സംഭവം എന്താണെന്ന് പറയാമോ? യെസ്. എന്താണ് ഒന്നാമത്തത്? കാണാതെ പോയ ആട്. 2, കാണാതെ പോയ ആട്. എത്ര ആടുണ്ടായിരുന്നു? എത്ര കാണാതെ പോയി? എത്ര? 100 എണ്ണത്തിൽ എത്ര കാണാതെ പോയി? 1 കാണാതെ പോയി. അടുത്ത് ദ്രഹ്മ എത്ര ഉണ്ടായിരുന്നു? എത്ര? 10. എത്ര എണ്ണം കാണാതെ പോയി? 10ൽ 1 കാണാതെ പോയി. അടുത്ത് മൂന്നാമത്തത്. കമാൺ. എന്താണ്? കേട്ടില്ല. 2 പുത്രന്മാർ. അതിൽ 1 പുത്രൻ കാണാതെ പോയി. അപ്പോൾ 100ൽ 1 കാണാതെ പോയി, 10ൽ 1 കാണാതെ പോയി, 2ൽ 1 കാണാതെ പോയി. 2ൽ 1 കാണാതെ പോയവന്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കടന്നു പോവുകയാണ്. ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു കഥാപാത്രമായി തീരാനുള്ള സാധ്യതയുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം. ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ്. പിന്നെ അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ആ വിഷയം തുടങ്ങുന്നത്. പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയുന്നതിന് മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ച് അവനെ തൻ്റെ വയലിലെ പന്നികളെ മേയ്ക്കാൻ അയച്ചു. പന്നിയിൽ നിന്ന് വാളവര കൊണ്ട് വയറു നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഭാഗം. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എ ടീനേജ്. ഒരു കൗമാരപ്രായക്കാരന്റെ ഒരു ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഒരുവൻ അകന്നു പോകാനുള്ള ആദ്യത്തെ കാര്യം പറയാൻ പോവാ. ശ്രദ്ധിച്ച് കേട്ടോളണം. ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ തിരിച്ചു മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ആലോചിച്ചുത്തരം പറയണം. ഇവിടെ ഈ 2 മക്കളിൽ ഒരു മകൻ അപ്പന്റെ അടുത്ത് വന്ന ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? എന്താ ചോദിച്ചത്? അപ്പ, എനിക്ക് വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് ചോദിച്ചു. ആലോചിച്ചുത്തരം പറയണം. ചോദ്യം ഇതാണ്. ഇങ്ങനെ ഒരു ചോദ്യം ഈ മകൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? മകന്റെ ചോദ്യം ഇതാണ്. അപ്പ, എനിക്ക് വരേണ്ടുന്ന വസ്തുവകയിൽ പകുതി തരണം എന്ന് ഈ മകൻ അപ്പനോട് ചോദിച്ച ആ ചോദ്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ? കുഴപ്പമില്ല എന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തിയേ. ശരി. കുഴപ്പമുണ്ട് എന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തിയേ. എടാ, ഇതിപ്പോ രണ്ടിന്റെ നടുക്ക് അങ്ങുമില്ല ഇങ്ങുമില്ല. നമ്മൾ മലയാളികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അവിടെയും നിൽക്കത്തില്ല, ഇവിടെയും നിൽക്കത്തില്ല. ദൈവവും വേണ്ട, പിശാചും വേണ്ട, ചൂടനുമല്ല തണുപ്പനുമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന്? ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഏതെങ്കിലും ഒരിടത്തു നിന്നില്ല. ഈ മകൻ ഈ പിതാവിനോട് ഇങ്ങനെ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ മകൻ ചോദിക്കുകയാണ്, പപ്പ, എനിക്ക് വരേണ്ടുന്ന വസ്തുവകൾ എനിക്ക് തരണം. ഈ മകൻ പപ്പയുമായി വഴക്ക് കൂടിയിട്ടാണോ ചോദിച്ചത്, അതോ ഈ മകന് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ? അതിനകത്ത് ഒരു സൂചനയുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. ഒരു സൂചനയുണ്ട്. ഏറെ നാൾ കഴിയുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ചില ദിവസം കൂടെ ഈ പപ്പയുടെ കൂടെ ആര് താമസിച്ചു? മകൻ താമസിച്ചു. അപ്പൊ ഈ പപ്പയുമായിട്ട് വഴക്ക് കൂടിയിട്ടല്ല ഈ മകൻ കാര്യങ്ങൾ വാങ്ങിച്ചു പോകുന്നത്. വഴക്ക് കൂടിയിട്ടാണെങ്കിൽ കിട്ടിയ അന്ന് തന്നെ എന്ത് ചെയ്തേനെ? പോയേനെ. അപ്പൊ പപ്പയുമായി വഴക്ക് കൂടിയിട്ടില്ല. പക്ഷേ ഈ മകൻ ഈ പപ്പയോട് പറയാണ്, പപ്പ, എനിക്ക് തരേണ്ടുന്ന വസ്തുവകൾ എനിക്ക് തരണം എന്ന് ഈ പപ്പയോട് മകൻ ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ മകന്റെ മനസ്സിലെ ആഗ്രഹം എന്താണ്? കമോൺ. ഈ മകന്റെ മനസ്സിൽ വേറെന്തോ ഒരു ആഗ്രഹമുണ്ട്. എന്തായിരിക്കാം? നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഇനി പറ. എനിക്കെന്റെ സ്വന്തം കാലിൽ നിൽക്കണം.
ഞാൻ ഇത്രയും പ്രായമായി, എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ചില സ്വപ്നങ്ങളുണ്ട്. ഐ ഹാവ് സം ഡ്രീംസ്, ഐ ഹാവ് സം ഡിസയേഴ്സ് ആൻഡ് ഐ ഹാവ് സം അച്ചീവ്മെന്റ്. ഐ വാണ്ട് ടു ഗെറ്റ് മൈ പോർഷൻ റൈറ്റ് നൗ. എനിക്ക് എൻ്റെ പോർഷൻ ഇപ്പൊ തരണം. കാരണം എനിക്ക് എൻ്റെ സ്വപ്നം നിറവേറ്റണം, എൻ്റെ ആഗ്രഹം നിറവേറ്റണം. എനിക്ക് എൻ്റെതായ ചില സ്വപ്നങ്ങളുണ്ട്. പപ്പയ്ക്കും മമ്മിക്കും അത് അറിയത്തില്ല. പക്ഷെ ഈ മകന്റെ ചോദ്യത്തിന്റെ പിന്നിൽ ഒരു പ്രശ്നമുണ്ട്. എന്തോന്നറിയാമോ മക്കളെ? ശ്രദ്ധിച്ചു കേട്ടോണം. ഈ മകന്റെ ചോദ്യം ഒരു കോർട്ടിലെ ഭാഷയാണ്. എന്തോ ചോദിക്കുന്നേ? പപ്പ, എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എനിക്ക് എന്തൊക്കെയാണോ ഉള്ളത്, ബാക്കി പറ, പൂരിപ്പിക്ക്, അതെനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഈ മകന് വേറൊരു രീതിയിൽ ചോദിക്കാമായിരുന്നു. എങ്ങനെ? ആലോചിച്ചു പറ. ഈ മകന് വേറൊരു രീതിയിൽ ഇതേ ചോദ്യം ചോദിക്കാമായിരുന്നു, ഇതേ ആവശ്യം ചോദിക്കാമായിരുന്നു. എങ്ങനെ ചോദിക്കാമായിരുന്നു? പപ്പ, എനിക്ക് യു സെഡ് ഇറ്റ്, തരാമോ? എക്സലന്റ്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാത്ത ഒരു വാക്കാണ്. മാതാപിതാക്കന്മാരോട്, കൗമാരവനക്കാരോട് പറയട്ടെ, മാതാപിതാക്കന്മാരോട് പലപ്പോഴും നമ്മൾ ആർഗ്യുമെന്റ് ചെയ്യുന്ന പോലെയാ ചോദിക്കുന്നത്, അവകാശം പോലെയാ ചോദിക്കുന്നത്. എനിക്കുള്ള പങ്ക് തരണം, എട് ചായ, ഇട് ലൈറ്റ്. ആണോ അല്ലയോ? മമ്മി, ഒരു ഗ്ലാസ് ചായ തരാമോ? ചോദിച്ചത് തന്നെ. പപ്പ, എനിക്ക് ഫീസ് തരാമോ? പൊളൈറ്റായിട്ട് സംസാരിക്കാൻ മക്കളെ നിങ്ങൾ പഠിക്കണം, നമ്മൾ പഠിക്കണം. സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പത്രോസിനുള്ള പടകുകളിൽ ഒന്നിൽ കയറിയിട്ട് യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പത്രോസെ, പടക് നീക്കാമോ എന്ന് അപേക്ഷിച്ചു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ മഹാദൈവം ഒരു മനുഷ്യനോട് എന്ത് ചെയ്യുന്നു? അപേക്ഷിക്കുന്നു. പടകൊന്ന് നീക്കാമോ, തരാമോ? ഈ സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുക്രിസ്തു ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ സൃഷ്ടിച്ച ആ ദൈവത്തിന്, വാക്കുകൾ കൊണ്ട് ഈ ലോകത്തെ അമ്മാനമാടുവാൻ സാധിക്കുന്ന ആ ദൈവത്തിന് ഈ പത്രോസിനോട് ചോദിക്കുക വളരെ പൊളൈറ്റായിട്ട്, തരാമോ? നമ്മുടെ മാതാപിതാക്കന്മാരോട് മക്കളെ നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ ഒന്നാമത്തെ വേണ്ട കാര്യം എന്താണെന്നറിയാമോ? എങ്ങനെ ചോദിക്കണം? ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ എങ്ങനെ ചോദിക്കണം? എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാമോ? മോട്ടോർ ഓൺ ചെയ്. നമ്മൾ മറ്റേ ഹിറ്റ്ലറിന്റെ മോനെ പോലെയാണ്. തുറക്ക് വാതിൽ. ചിലർ പിന്നെ മറ്റേ ബാത്റൂമിനകത്ത് കയറിയിട്ടായിരിക്കും അവിടെ നിങ്ങോട്ട് വിളിച്ചു പറയുന്നത്, അതെടുത്തിട്ട് വാ, ഇതെടുത്തിട്ട് വാന്ന്. അവർക്ക് വേറെ കൗൺസിലിംഗ് കൊടുക്കേണ്ടതാണ്. ഇപ്പൊ മൈക്കിൽ കൂടെ പറ്റത്തുമില്ല. നമ്മുടെ മാതാപിതാക്കന്മാർ ബംഗാളികളായിട്ട് ചിന്തിക്കരുത്. നമ്മൾ ചോദിക്കുന്നതും പറയുന്നതെല്ലാം എടുത്തു തരുന്ന സാധാരണക്കാരെ പോലെ അല്ല നമ്മുടെ മാതാപിതാക്കന്മാർ. എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ വരുന്നതിന് സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷകരാണവർ. അവർ ശുശ്രൂഷകരാണ്. എന്ത് ശുശ്രൂഷയാ? പാരന്റിംഗ് ഉള്ള ശുശ്രൂഷ അവർ ചെയ്യുന്നത്. എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ വളർത്തി സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഭാവിയിൽ ട്രെയിനിങ് നൽകി നിങ്ങളെ വിടേണ്ടതിന് നമുക്ക് തന്നിരിക്കുന്ന നല്ല മാതാപിതാക്കന്മാരെ ഒരിക്കലും വേലക്കാരായി കാണരുത്. വേലക്കാരായി കാണരുത്. ഇറ്റ്സ് എ സിൻ. മാതാപിതാക്കന്മാരെ വേലക്കാരായി കാണരുത്. തിരിച്ച് ഞാൻ മടങ്ങി വരികയാണ്. ഈ മകൻ ചോദിക്കുകയാണ്, എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം. ഈ മകൻ അല്ലാതെ ചോദിക്കാമായിരുന്നു. അപ്പൊ നമ്മുടെ ഈ വാക്കുകൾ ഒന്ന് ശരിയാക്കുന്നു. രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോവാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രായത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാതാപിതാക്കന്മാരോട് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആലോചിച്ചുത്തരം പറയണം. ഈ മകൻ പറഞ്ഞ ആഗ്രഹം എന്താണ്? പപ്പ, എനിക്ക് വരേണ്ടുന്ന പങ്കുതാ. എന്തിന്? എനിക്ക് ചിലത് ചെയ്യണം. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് പാരൻസിനോട് നിങ്ങൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ പോയി പറയാൻ പോവുകയാണ്. എന്തെങ്കിലും തെറ്റുണ്ടോ?
മനസ്സിലെ ആഗ്രഹങ്ങൾ പാരൻസിനോട് പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടോ മോനെ? അവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഈ മകൻ ചെയ്തത് തെറ്റല്ല. ചോദിക്കുന്നതിന് കുഴപ്പമില്ല. ആ എന്താണ്? ഒരു മയത്തിലൊക്കെ ചോദിക്കണം. നല്ലൊരു ക്ലാപ്പ് കൊടുത്താ മോൾക്ക്. എനിക്ക് ഈ ഉത്തരവാണ് വേണ്ടത്. ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു മയത്തിലൊക്കെ ചോദിക്കണം. അപ്പൊ നമുക്ക് എന്തില്ല? ഇപ്പോ മയമില്ല, സമ്മതിച്ചല്ലോ, നമുക്ക് മയമില്ല. ഓക്കെ, ശ്രദ്ധിച്ചോണം. വളരെ ആ മോൾക്ക് ഒരു ക്ലാപ്പ് കൂടെ കൊടുത്ത. എക്സലന്റ്. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് പറയുന്നതിന് തെറ്റില്ല. പക്ഷേ ഈ മകന്റെ ഈ ആഗ്രഹം പിതാവിനോട് പറയുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ എന്താണ് എന്ന് ഈ മകൻ ചോദിച്ചില്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം. നമുക്ക് ചില ഇഷ്ടങ്ങളുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം, എനിക്കിഷ്ടപ്പെട്ട ജോലി, എനിക്കിഷ്ടപ്പെട്ട യാത്രകൾ, എനിക്കിഷ്ടമുള്ള സുഹൃത്തുക്കൾ, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ സ്നേഹിക്കണം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. മറ്റേ കർത്താവ് പറഞ്ഞ പോലെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ആ ടൈപ്പ് സ്നേഹമല്ല, അത് നിർവ്യാജ സ്നേഹം. ആ സ്നേഹമല്ല ഈ പറഞ്ഞത്. അപ്പോ ഇങ്ങനെ ഒരു ഇതിലോട്ട് പോയി വീണാൽ ഇന്ന് കൗമാരയൗവനക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പ്രായത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഏതാണ്? കമോൺ, ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ മതം, ആത്മീയം. ആണോ? ക്ലാസ്സിൽ ടീച്ചർ വരാൻ താമസിച്ചു. ഉടനെ തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂടി കൂട്ടുകാരോട് വരിന്നടാ, നമുക്ക് ആത്മീയ കാര്യം ചർച്ച ചെയ്യാം. വരിന്നടാ, വട്ടത്തിൽ ഇടടാ ചെയർ. പറയോ മോളെ? ഇല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി രാഷ്ട്രീയം. ഈ പ്രായത്തിൽ ആണോ? അല്ല. വരിന്നടാ, നമുക്ക് വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്യാം. ഇന്ത്യയുടെ പോക്ക് വല്ലാത്ത പോക്കാണ്, നമ്മൾ ചർച്ച ചെയ്യും. ഇല്ല. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല. ഓപ്ഷൻ സി പഠനം, വിദ്യാഭ്യാസം. ആണോ? അപ്പൊ ഈ ക്ലാസ് ഇവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ പാസ്റ്റർ? ടീച്ചർ ക്ലാസ്സിൽ വന്നില്ല. വരീനടാ, ഇന്നലത്തെ വിഷയം നമുക്കൊന്നുകൂടെ ചർച്ച ചെയ്ത് ഇക്വേഷനൊക്കെ ഒന്ന് പഠിക്കാം. ആണോ? ഇനി അവസാനത്തെ ഒന്നുണ്ട്. എടാ, ഞാൻ ഇന്നലെയും അതുവഴി പോയപ്പോ അവൾ എന്നെ നോക്കി. എടി, കഴിഞ്ഞ 1.5 മാസമായിട്ട് അവൻ എൻ്റെ പിന്നാലെ തന്നെ. ഞാൻ എന്ത് ചെയ്യണമെന്ന്? അറിയാത്ത പാർട്ടികൾ. അയ്യടാ, നല്ല കള്ളം പറയുന്നുണ്ടല്ലോ, അറിയത്തില്ല എന്ന്. ഓൾറെഡി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ക്യാമ്പിന് വന്നിട്ട് പറയണം എനിക്കറിയത്തില്ല എന്തോ ചെയ്യണമെന്ന്. ഇവിടെ എന്താണ്? ഇതെന്താണ്? എന്താണ്? ഒന്നുകൂടെ നല്ലവണ്ണം നോക്കിയിട്ട് പറ. എന്താണ്? ഈവിൾ. ചിലർ ഗുഡ് പറയുന്നു, ചിലർ ഈവിൾ പറയുന്നു. ശ്രദ്ധിച്ചോണം മക്കളെ, എല്ലാ ഗുഡിനകത്തും ചില ഈവിള് കാണും. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കലാലയത്തിൽ ഈ പ്രായത്തിൽ ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ കുത്തിമുറിക്കുന്ന വേദനയുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് ആ വിഷയമാണ് ഞാൻ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്നിവിടെ എന്ത് വന്ന് സംസാരിക്കണമെന്ന് ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന പ്രത്യേകമായ ഇന്ന വിഷയം. ഈ വിഷയം ഇവിടെ പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം എന്നറിയോ, ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, പ്രിപ്പയർ ബിഫോർ റിപ്പയർ. ഇങ്ങനെ ഒരു ഹൃദയവുമായിട്ട് കീറി മുറിഞ്ഞ്, അതായത് മുകളിൽ ഇങ്ങനെ പാച്ച് വർക്ക് കണ്ടല്ലോ, അത് 8ാം ക്ലാസ്സിൽ ഒരുത്തൻ്റെ പിന്നാലെ പോയി തേപ്പ് കിട്ടി, മുറിവ് ഉണക്കി. 12ാം ക്ലാസ്സിൽ വേറൊരുത്തൻ, ഡിഗ്രിക്ക് വേറൊരുത്തൻ. ഇങ്ങനെയുള്ള ഹൃദയമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയോ ഇല്ലയോ? എന്തു പറയുന്നു? ഇങ്ങനെ പലരാൽ തേപ്പ് കിട്ടിയ ഒരു പെൺകുട്ടി, ഹൃദയത്തിൽ പലയിടത്തും മുറിവ് വന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ പ്രപ്പോസൽ വന്നാൽ എന്തു പറയും? അങ്ങനെ ഒരു പയ്യന്റെ പ്രപ്പോസൽ വന്നു, വീട്ടിൽ പ്രാർത്ഥിച്ച്. അപ്പൊ എന്തോ പറയും? മമ്മി എനിക്കിത് മതി.
കാരണം ഇദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കല്യാണം കഴിഞ്ഞാണല്ലേ? കൊച്ചുണ്ട്. എന്തു പറയുന്നു? നമുക്ക് ഈ വിഷയത്തിൽ ആര് മതി? ഫ്രഷ് മതി. ആണോ അല്ലയോ? നമുക്ക് ഈ വിഷയത്തിൽ ഫ്രഷ് മതി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: നിങ്ങളുടെ ഹൃദയങ്ങളെ കലാലയത്തിന്റെ ആ വരമ്പ് ചാലുകളിൽ എടുത്തെറിഞ്ഞ് ജീവിതത്തിൽ പല മുറിവുകളേറ്റ് അവസാനം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ വിവാഹത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പല തിക്താനുഭവങ്ങളോടുകൂടെ വന്ന് നിൽക്കാൻ ദൈവം പ്രതീക്ഷിക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവം പറയുന്നത്, ഞാൻ വിശുദ്ധനാകയാൽ, ബാക്കി പറഞ്ഞോ, നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ജീവിതത്തിൽ നിർമാല്യമായ ഹൃദയവുമായിട്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ട ഈ പ്രായത്തിൽ, ഈ പ്രായം മുതൽ തന്നെ നിങ്ങൾ നിങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം. അപ്പൊ ചോദ്യം ഇതാണ്: ഞാൻ ആരെങ്കിലും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം സമ്മതിക്കുമോ? വല്ലാത്ത ചോദ്യം. ക്യാമ്പിന് വരണ്ടായിരുന്നു. ഞാൻ ആരെങ്കിലും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം സമ്മതിക്കുമോ? സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ അയൽക്കാരനെ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ നിന്നെ പോലെ തന്നെ അതൊന്നുമല്ല. നമുക്കെല്ലാം അറിയാവുന്ന അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറ, ദൈവം സമ്മതിക്കുമോ? ചിലർക്ക് ഒരു സംശയമുണ്ട്. അപ്പൊ വാട്ട് ഈസ് ലവ്? എന്താണ് സ്നേഹം? അവിടെ നമുക്കങ്ങ് പോവാം. എന്താണ് സ്നേഹം? അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ദൈവം മനുഷ്യന് ഉപയോഗിക്കുവാൻ നൽകിയിരിക്കുന്ന വികാരങ്ങളിൽ ഒന്നാണ് സ്നേഹം. അപ്പൊ ദൈവം സമ്മതിക്കുമോ? ആര് പറഞ്ഞു? നല്ലൊരു ക്ലാപ്പോട്, അവന് നല്ലൊരു ക്ലാപ്പോട്, നല്ലൊരു ക്ലാപ്പോട്. ദൈവം ഉപയോഗിക്കാൻ തന്നു എന്നിട്ട് പറയാണ് ഉപയോഗിക്കരുത്. അങ്ങനെ ദൈവം പറയോ? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ പറയോ? അപ്പൊ ദൈവം ഉപയോഗിക്കാൻ തന്നതാണ്. ഇത് ദൈവം ഉപയോഗിക്കാൻ തന്ന വികാരമാണ്. ഞാനൊരുത്തന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത്, എൻ്റെ മോൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് പറയാണ്, എനിക്കൊരു ഭാര്യയും 2 മക്കളും ഉണ്ട്. സത്യം, ഒരു ഭാര്യയും 2 മക്കളും ഉണ്ടെന്ന്. അപ്പൊ എൻ്റെ മൂത്ത മോൾക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് പറയാണ്, നല്ല ഐസ്ക്രീമാണ്, ഇതെങ്ങാനും കുടിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. അപ്പൊ ഈ മോള് തിരിച്ച് ന്യായമായിട്ടൊരു ചോദ്യം ചോദിക്കും. എന്തോ ചോദ്യം? ദൈവം ഉപയോഗിക്കാൻ തന്ന ഈ സ്നേഹം നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ പാപമല്ലേ? സന്തോഷമായി, ഇന്ന് പൊളിച്ചത് തന്നെ. ഇന്നത്തെ അപ്പൊ ഇവിടത്തെ വിഷയം, ഇത് ഉപയോഗിക്കണോ വേണ്ടയോ? ഉപയോഗിക്കണം, വേണ്ടേ? ഇത് ഉപയോഗിക്കണം. ചോദ്യം ഇതാണ്: എപ്പോൾ, എങ്ങനെ, ആരോട്? That is the question. When, where and who, to whom? ആരോട് ഇത് ഉപയോഗിക്കണം? എപ്പോൾ ഇത് തുടങ്ങണം? ഇവിടെയാണ് കൗമാരക്കാരായ നിങ്ങളുടെ ഈ പ്രായത്തിൽ പിശാച് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന തെറ്റായ നിർദ്ദേശങ്ങളാൽ നിങ്ങൾ ദൈവത്താൽ ആഗ്രഹിക്കപ്പെട്ട ആളെ കണ്ടെത്തുന്നതിന് തടസ്സമായി തീരുന്ന തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളത്. അവിടെ നിങ്ങളെ സഹായിക്കുക, അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. മനസ്സിലായല്ലോ? നിങ്ങളെ സ്നേഹിക്കേണ്ടെന്നല്ല പറയുന്നത്, നിങ്ങളെ സ്നേഹിച്ച ഒരു കുഴപ്പമില്ല. പക്ഷെ എപ്പോൾ ഇത് തുടങ്ങണം? കേൾക്കണോ? അപ്പൊ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ ബൈബിളിൽ ശ്രദ്ധിച്ചു കേട്ടണം. ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അപ്പോൾ ചിലർ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ള ഈ വിഷയമാണ്. കാരണം പല രാജ്യങ്ങൾ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഗ്രീക്കിൽ എന്തോ പറഞ്ഞിരിക്കുന്നു, ഇപ്പൊ പറ. പിന്നെ ഞാൻ ഗ്രീക്കും കൂടെ പിടിക്കാൻ തുടങ്ങി. വേദപുസ്തകത്തിൽ പ്രധാനമായി 4 വാക്കുകളാണ് സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. 4 വാക്കുകൾ. അതിൽ ഒന്നാമത്തെ വാക്ക് എന്നുള്ള സ്റ്റോർജിയോ എന്നാണ്. സ്റ്റോർജിയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നുള്ളത് ലവ് ബിറ്റ്വീൻ ഫാമിലീസ്, അഫെക്ഷൻ. മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള സ്നേഹം. അതിനകത്ത് പ്രേമമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. അപ്പൊ അത് ആ മുകളിലത്തെ അതിനകത്ത് ഈ സാധനം വരത്തില്ല. 2 ഫിലേ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ലവ് ബിറ്റ്വീൻ ഫ്രണ്ട്സ്, നിങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം. ചർച്ചിലെ സുഹൃത്തുക്കൾ, കലാലയത്തിലെ സുഹൃത്തുക്കൾ. അതിനകത്ത് പ്രേമമുണ്ടോ? ഇല്ല. അത് സൗഹൃദങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ്. അപ്പോൾ അതിനകത്തും ഈ പ്രേമം ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്, ഈറോസ് എന്ന് പറഞ്ഞിട്ട്, ഭാര്യയും ഭർത്താവും മാത്രമുള്ളത്. കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും മാത്രം. അതിനകത്ത് ഇത് ഉൾപ്പെടുത്താൻ പറ്റുമോ?
അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. പിന്നെ അവസാനമുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അഗാപ്പേ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം. അതിനകത്ത് ഇത് ഉൾപ്പെടുത്താൻ പറ്റുമോ? അപ്പൊ ബൈബിളിൽ സ്നേഹമെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അകത്തൊന്നും പ്രേമമില്ല. നിങ്ങൾ എന്നെ ചോദ്യം ചോദിച്ചിട്ട് വിട്ടാൽ മതി. നിങ്ങളുടെ എന്ത് ചോദ്യത്തിന്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, പേടിക്കണ്ട. അപ്പോൾ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ എഴുതി വെച്ചോണേ. അവസാനം ഞാൻ നിങ്ങൾക്ക് സമയം തരും. ഇന്ന് നമ്മുടെ ദിവസമാണ്. സത്യം. ഓക്കെ. അപ്പൊ ഈ 4-ൽ അല്പമെങ്കിലും സാധ്യത ഉണ്ടെന്ന് തോന്നിപ്പോകുന്നത് ചിലപ്പോൾ ഇതിനകത്തായിരിക്കും, ഫാമിലിക്കകത്തായിരിക്കും. പക്ഷെ ഇത് ഫാമിലിക്കകത്ത് ഭാര്യയും ഭർത്താവും അല്ല. അപ്പൊ ഈ പ്രേമം എന്നുള്ളത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ യഥാർത്ഥത്തിൽ ദൈവം നൽകുന്ന സ്നേഹം, മക്കളെ, ഒറിജിനൽ മനസ്സിലാക്കിയാൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന ഒറിജിനൽ നോട്ട് നല്ലവണ്ണം മനസ്സിലായാൽ ഡ്യൂപ്ലിക്കേറ്റ് കയ്യിൽ കിട്ടുമ്പോഴേ മനസ്സിലാക്കി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ. അപ്പൊ നമ്മൾ ഒറിജിനലിലോട്ട് പോവുകയാണ്. ബൈബിളിൽ ഒറിജിനൽ പറഞ്ഞിരിക്കുന്നു ആദവും ഹവ്വയും തമ്മിലുള്ള സ്നേഹം. ഉൽപ്പത്തി പുസ്തകം 2:18 വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 2:18 അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുൾ ചെയ്തു. ഞാൻ അവന് തക്കതായൊരു തുണയെ. ദൈവം മനുഷ്യന് ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന്. സ്വർഗത്തിലെ ദൈവത്തിന്റെ അതുല്യമായ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് വിവാഹം എന്നുള്ളത്. അതേതെങ്കിലും ഒരു മനുഷ്യന്റെ കാശാമൂശയിൽ ഉരുത്തിരിഞ്ഞ കാര്യമേ അല്ല. പറഞ്ഞേട്ടോ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല എന്നും ആരും പറയരുത്. സമയമാകുമ്പോൾ, ഇപ്പോഴല്ല, സമയമാകുമ്പോൾ. ഈ തോന്നലിന്റെ അടിസ്ഥാനത്തിലല്ല. ചില കുട്ടികൾ അങ്ങനെയാണ്. വയസ്സ് 25 ആയാലും പാരൻസ് പറയും, മോളെ സമയമായി, എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ തോന്നലിന്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ പരീക്ഷയ്ക്ക് പോകാൻ? തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മൾ പോയേ. നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ പല്ല് തേക്കാൻ? ഇല്ല. എന്നിട്ടും പല്ല് തേച്ചേ. അതുകൊണ്ടാണ് നിങ്ങളുടെ പല്ല് വെളുത്തിരിക്കുന്നത്. തീരെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾക്ക് ആർക്കെങ്കിലും തോന്നുമോ എനിക്ക് പാൻറ്റും ഷർട്ടും ഇട്ടൊക്കെ നടക്കണം? ഇവൻ മറ്റേ കോവളത്തെ സായിപ്പിനെ പോലെ എല്ലാം സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം പോലെയാണ്. ഇവിടെ നിനക്ക് തോന്നുമ്പോൾ ഇട്ടാ മതി, നിനക്ക് തോന്നുമ്പോൾ പല്ല് തേച്ചാൽ മതി, തോന്നുമ്പോൾ രാവിലെ എഴുന്നേറ്റാൽ മതി. അല്ല, നിന്റെ തോന്നലുകളുടെ അടിസ്ഥാനത്തിലല്ല നീ ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ നിർണയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ നിർണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് വിവാഹപ്രായം എത്തി നിന്നിട്ട് ഇനിയും ലേറ്റ് ആകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ സിൻ. വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ദൈവം മനുഷ്യന് നൽകി. ഉൽപ്പത്തി പുസ്തകം 2:22 എഴുതി വെച്ചിരിക്കുന്നത്, അവളെ മനുഷ്യന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. മനുഷ്യൻ ഏകനായിരുന്നു, പക്ഷേ മനുഷ്യന് ദൈവം അവളെ കൊണ്ടുവന്നു. അപ്പൊ ഈ 2 കാര്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, സ്വർഗത്തിലെ ദൈവമാണ് ഈ സ്നേഹവിനിമയം നൽകാനായിട്ട്, ദൈവമാണ് അതിന്റെ സംവിധാനം ഒരുക്കിയത്. അങ്ങനെയാണെങ്കിൽ ദൈവം നൽകുന്ന ആളുമായിട്ട് മാത്രമായിരിക്കണം. മക്കളെ, ഞാൻ ഗൗരവത്തോടെ ഒരു കാര്യം പറയട്ടെ. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു ഫാമിലി കൗൺസിലറാണ് ഞാൻ. അനേക രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളെ വെറുതെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നല്ലേ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ഞാനൊരു കാര്യം പറയട്ടെ. കുടുംബ തകർച്ചകൾ ഞങ്ങളുടെ മുൻപിൽ വരുമ്പോൾ, അതിൻ്റെ പിന്നിൽ കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് 90% ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും അബദ്ധങ്ങളിൽ പോയി ചാടിയതിന് ശേഷം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലാകരുത്. പ്രിപ്പയർ ബിഫോർ റിപ്പയർ. ദൈവം നൽകിയ ആളുമായിട്ടായിരിക്കണം. മാത്രമല്ല, ഈ സ്നേഹം ഒരാളുമായിട്ട് മാത്രമായിരിക്കണം. ഇന്ന് ഈ LGBTQ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്, നിങ്ങൾക്കെല്ലാം അതറിയാം. അതും ഈ പറഞ്ഞതുപോലെ തോന്നലുകളുടെ അടിസ്ഥാനത്തിലാണ്. അവന് തോന്നുന്നു, അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തോട്ടെ. ഇതിവന്റെ ഹോർമോണിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്തോട്ടെ. ഹോർമോണിന്റെ പ്രശ്നത്തിനനുസരിച്ചല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. ഒരാണിനൊരു പെണ്ണ് മാത്രം, അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീ മാത്രം. അതാണ് തത്വം. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൽ നിന്നും ഈ സംവിധാനം നിലനിൽക്കുവാൻ ദൈവം തന്നിരിക്കുന്നത്. അത് അവരുടെ ഹോർമോൺ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? പലരും ഇതാ ചോദിക്കുന്നത്. ഈ ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞൊരു മാനസിക പ്രശ്നമുണ്ട്. അറിയാമെന്തോന്ന് ചോദിച്ചാൽ, ശ്രദ്ധിച്ച് കേട്ടോണം. ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞാൽ അറിയാമോ? അത് തന്നെ, ആ മോക്കറിയാം. വെരി ഗുഡ്, ഷീ ഈസ് വെരി ബ്രൈറ്റ്. ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു സ്വഭാവം, മാനസാന്തരപ്പെട്ടതിന് ശേഷം മാറിയത്. എന്താണെന്നറിയാമോ?
നല്ല എന്തെങ്കിലും സാധനങ്ങൾ കണ്ട അടിച്ചു മാറ്റി പോക്കറ്റിൽ വയ്ക്കുക. ക്ലെപ്റ്റോമാനിയ, അടിച്ചു മാറ്റൽ. അപ്പോൾ ഒരുത്തന് ഈ ക്ലെപ്റ്റോമാനിയയുടെ ഈ ഹോർമോൺ പ്രശ്നം ഉണ്ടെന്ന് ചിന്തിക്കും. നമ്മളെന്തോ പറയും? അതവൻ്റെ ഹോർമോൺ പ്രശ്നമല്ലേ, അടിച്ചു മാറ്റിക്കോട്ടെ. ഇനി വേറെ ചിലർ സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. സീരിയൽ കില്ലേഴ്സ് അവരുടെ പ്രശ്നം എന്നുള്ളത് ഉറങ്ങിക്കിടക്കുന്നവനെ മറ്റേ ചുറ്റികയും കൊണ്ടുപോയി ഉറങ്ങിക്കിടക്കുന്നവൻ്റെ തലയിൽ ഒറ്റയടി, അടുത്തവൻ്റെ തലയിൽ ഒറ്റയടി. ഉടനെ നമ്മൾ പറയാണ്, അയ്യോ അതവരുടെ ഹോർമോൺ പ്രശ്നമല്ലേ, അനുവദിച്ചോളൂ. ഇതാണ് ലോകം പറയുന്നത്. എടാ, ഇത് ഹോർമോൺ പ്രശ്നമാണെങ്കിൽ ചികിത്സിക്കണം. ആണോ പാസ്റ്ററെ? ചികിത്സിക്കണം. ഇത് നമ്മൾ യൗവനക്കാർ കലാലയങ്ങളിൽ പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കൂടെ ആക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം ഹോർമോണൽ പ്രശ്നമാണ്, അവരങ്ങ് മാറ്റിക്കളയരുത്. നമ്മളവരെ മാറ്റാനല്ല പറയുന്നത്. എടാ, ചികിത്സയ്ക്ക് പോന്നീ, സമൂഹത്തിന് തലവേദന ഉണ്ടാക്കാതെ. അതേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ദൈവം നൽകിയിരിക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ പ്രത്യേകതകൾ പറയാൻ പോവുകയാണ്. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിക്കകത്ത് എന്തൊക്കെ ആ ഇൻഗ്രീഡിയൻസ് വേണം, അത് ചിക്കൻ കറിയുടെ ബ്യൂട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ ടേസ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദൈവം നൽകിയിരിക്കുന്ന സ്നേഹത്തിനകത്ത് എന്തുണ്ട് എന്ന് ഞാൻ പറയാൻ പോകാം. ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തെറ്റായ പ്രേമബന്ധങ്ങളിൽ പോയി ചാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹവും ബൈബിളിൽ പറയുന്ന ഈ സ്നേഹവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒന്നാമത്തത് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ടതാണത്. ഉൽപ്പത്തി പുസ്തകം 1:27 ദൈവം പറയാണ്, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് തമ്മിൽ സ്നേഹം പങ്കിടാനായിട്ട് ഞാൻ അവൻ ഉണ്ടാക്കി കൊടുക്കും. ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുൻപേ ഇതുണ്ടായിരുന്നു. സ്നേഹം എന്നുള്ളത് പാപമല്ല. പക്ഷേ ഇതെപ്പോഴാണ് പാപമാകുന്നത്? ശ്രദ്ധിച്ച് കേട്ടോണം. ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചത് അപ്പോൾ തന്നെ അതൊരു അനുഗ്രഹമാണ്. അപ്പോൾ സ്നേഹത്തിനകത്ത് അനുഗ്രഹമുണ്ട്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സ്നേഹിക്കുമ്പോൾ എന്തുണ്ട്? അതിനകത്ത് അനുഗ്രഹമുണ്ട്. രക്ഷപ്പെട്ടു, നേരത്തെ കേൾക്കേണ്ടതായിരുന്നു. എങ്കിൽ 8ാം ക്ലാസ് മുതലേ ഈ അനുഗ്രഹം കിട്ടുമായിരുന്നു എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവസാനം വരെ കേട്ടിട്ട് വേണം കമൻറ്റ് പറയാൻ. പറഞ്ഞേട്ടോ മോളെ, സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അനുഗ്രഹമുണ്ട്. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകം 2:18 അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നതെന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ. സ്നേഹം എന്നുള്ള ആ സംവിധാനത്തിനകത്ത് കൂട്ടായ്മ എന്നൊരു കാര്യമുണ്ട്. പ്രേമത്തിനകത്തും ഇതിനകത്തും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ ആദ്യം ബൈബിളിലെ കാര്യം പറയുകയാണ്. ഒറിജിനൽ കണ്ടുപിടിച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, അതുകൊണ്ടായി പറയുന്നത്. 3, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലൈംഗികത ഉൾപ്പെടെ കാണും. അതിപ്പോഴും ഉണ്ട്, അത് മാത്രമുണ്ട്. പല പ്രേമബന്ധങ്ങളിനകത്തും ഈ മോശമായിട്ട് പെൺകുട്ടിയും ആൺകുട്ടിയും വഴിതെറ്റി പോകുന്ന സാഹചര്യമുണ്ട്. അത് ശരി തന്നെയാണ്. ഇനി അടുത്ത് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന സദൃശ്യവാക്യങ്ങൾ 5-ാമത്തെ അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. സ്നേഹത്തിനകത്ത് ഭയങ്കര സന്തോഷമായിരിക്കും, പേടി കാണത്തില്ല. മറ്റതിനകത്ത് അങ്ങനെയല്ല. ഇത് തുടങ്ങുമ്പോഴേ പറയും, നിന്റെ പപ്പ അറിയല്ലേ, മമ്മി അറിയല്ലേ, മെസ്സേജ് വന്നാൽ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്തോളണം. അത് പേടിയുള്ളത് കൊണ്ടാണോ സന്തോഷമുള്ളത് കൊണ്ടാണോ? ഹായ് മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്തു, ഭയങ്കര സന്തോഷം. എടാ, ഓരോ മെസ്സേജും വരുമ്പോഴും പേടിച്ചാണ് ഇത് തുറക്കുന്നത്. ആണോ അല്ലയോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആണോ അല്ലയോ? അപ്പോൾ പേടിയാണ്. ഏത്? ആ സ്നേഹത്തിനകത്ത്. മറ്റേ സ്നേഹത്തിനകത്ത് ദൈവം തന്നിരിക്കുന്ന സ്നേഹബന്ധം ഒരു പുരുഷനും സ്ത്രീയും കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു പേടിയും കാണത്തില്ല. ദൈവം അത് അവർ അനുഗ്രഹത്തിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഈ സ്നേഹബന്ധത്തിനകത്ത് അനുഗ്രഹമുണ്ട്, ഇതിനകത്ത് സന്തോഷമുണ്ട്, ഇതിനകത്ത് ആകർഷണമുണ്ട്, ഇതിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇത് അനുഗ്രഹമായിട്ട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സ്നേഹം എവിടെയാണ് വിനിമയം ചെയ്യേണ്ടത്? ഒറ്റ ഉത്തരം. ആലോചിച്ചു പറ. ഈ സ്നേഹം കൃത്യമായിട്ട് വിനിമയം ചെയ്യേണ്ട ഒരു മേഖലയുണ്ട്. എവിടെയാണ്? അവിടെ എത്ര സ്നേഹിച്ചാലും ദൈവം പറയും ബ്ലെസ്സിങ്, 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 ബ്ലെസ്സിങ്. കൈപിടിച്ച് ഒരുമിച്ച് പോയാലും വണ്ടിയുടെ ബാക്കിലിരുന്ന് കെട്ടിപ്പിടിച്ച് പോയാലും ദൈവം പറയും ബ്ലെസ്സിങ്, ബ്ലെസ്സിങ്. ധൈര്യമായിട്ട് നോക്കിയോ, ഐ എൻജോയ്. എവിടെയാണ്? പറ. കേട്ടില്ല, ഉച്ചത്തിൽ കേട്ടില്ല. വിവാഹ ബന്ധത്തിനുള്ളിൽ മാത്രം.
അപ്പൊ സ്നേഹിക്കണം. എന്ന് മുതൽ സ്നേഹിച്ചു തുടങ്ങണം? കല്യാണം കഴിയുന്ന അന്ന് മുതൽ. മക്കളെ, നിങ്ങൾ ആരെയും പേടിക്കരുത്. സ്വന്തം ഭർത്താവിനെ, സ്വന്തം ഭാര്യയെ അടിച്ച് മിന്നി നിന്നോളണം. ഇത് മിന്നാനൊന്നുമില്ല. കാരണം 8 കുറച്ച് സ്നേഹം കുറച്ച് ഒരുത്തന് കൊടുത്തു, 10 വേറൊരുത്തന് കുറച്ച് കൊടുത്തു, പിന്നെ +2 കുറച്ച് കൊടുത്തു, അവസാനമായപ്പോൾ മറ്റേ തൂങ്ങിയ, പിന്നെ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് വരിക, സാറേ ഞങ്ങൾക്ക് തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എടാ, ഉള്ളതെല്ലാം ഇവൻ കൊടുത്തു കഴിഞ്ഞു, ഇപ്പോഴേ കൂട്ടി വെക്കണം. ആര് ചോദിച്ചാലും എന്ത് ചെയ്യരുത്? കേട്ടില്ല? ആര് ചോദിച്ചാലും കൊടുക്കരുത്. ഇത് നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഭാവിയിലെ ജീവിത പങ്കാളിക്ക് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. അതിപ്പോഴേ കൊടുക്കരുത്. ഇത് വിവാഹത്തിനുള്ളിൽ മാത്രം. അപ്പൊ ഈ സ്നേഹം എപ്പോഴാണ് പാപമാകുന്നത്? അതായത് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വായിച്ചോ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് 1 തിമോത്തിയോസ് 5:1-2 വാക്യങ്ങൾ. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും. എല്ലാ പെൺകുട്ടികളോടും പറയാം, മക്കളെ നിങ്ങളോട് പറയാം, നിങ്ങളെക്കാൾ പ്രായമുള്ള എല്ലാവരെയും ആരെ പോലെ കാണണം? ആരെ പോലെ? അപ്പൊ ഏതെങ്കിലും ചേട്ടന്മാര് 6 പാക്ക് മസിലും വെച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ മുൻപിലൂടെ അങ്ങ് പോയാൽ ഉടനെ ആരെ ഓർമ്മിക്കണം? ആരെ? പപ്പയെ പോലെ. ബുദ്ധിമുട്ടാണ്. ഇപ്പോഴേ പല ചേട്ടന്മാരും ഉണ്ട്. നല്ലവണ്ണം ചുമച്ചോ, ഇന്നത്തോടെ ഈ ചുമയൊക്കെ തീരണം, ചുമ തീരണം. അടുത്തെഴുതി വച്ചിരിക്കുന്നത്, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ ആണുങ്ങൾ, ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും. സ്വന്തം സഹോദരിയെ പ്രേമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടെങ്കിൽ പറയണം, ഇത് കഴിഞ്ഞിട്ട് ഒരു കൗൺസിലിംഗ് തരും. ഇല്ലല്ലോ, ഇല്ല. സ്വന്തം സഹോദരിയെ നമ്മൾ ആരും കയറി പ്രേമിക്കത്തില്ല. ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വന്നു, പിന്നെ ആരെ കല്യാണം കഴിക്കും? എടാ, ഇവിടെ 18 വയസ്സ് പോലും ആയില്ല, ചിന്ത മുഴുവൻ ഇപ്പോഴും അതാണ്. അത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണം. വളരെ സിമ്പിൾ. ഇവിടെ ഒരു വട്ടം വരയ്ക്കുകയാണ്. വട്ടത്തിൻ്റെ വെളിയിലാണ് എല്ലാവരും. എൻ്റെ വൈഫിൻ്റെ പേര് ഷില്ലി എന്നാണ്. വട്ടത്തിന് വെളിയിലാണ്. വിവാഹം എന്ന വട്ടത്തിനകത്ത് കയറുമ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കാം. പുറത്തുള്ള എല്ലാം സഹോദരങ്ങളാണ്. ഇപ്പോഴും നേരെ തിരിച്ചാണ്. വിവാഹ വട്ടത്തിന് വെളിയിൽ നിന്നിട്ട് കാണുന്ന എല്ലാവരുമായിട്ട് മോശമായിട്ട് ജീവിച്ചിട്ട് അകത്ത് കയറുമ്പോൾ സ്വന്തം ഭാര്യയെ ഞാൻ പെങ്ങളെ പോലെയാണ് കാണുന്നത്. ഒരുത്തൻ കൗൺസിലിങ്ങിന് വന്നു. ഈ പെൺകുട്ടി പറയാ, സാറേ ഇദ്ദേഹം എന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ല. ആ പയ്യനോട് ചോദിച്ചപ്പോഴാണ് പയ്യൻ പറയുന്നത്, സാറേ എൻ്റെ സ്വന്തം സഹോദരിയെ പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഇവനെ എന്തോ ചെയ്യണം? ശരിയല്ലേ? അപ്പോ ഏത് പാപത്തിനും ഒരു ഉത്ഭവമുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദനിൽ കിഴക്ക് നോദി ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. ശ്രദ്ധിച്ചു കേട്ടോണം. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഹാനോക്ക് ഈരദിനെ ജനിപ്പിച്ചു. ഈരദ് മെതുശലേഹിനെ ജനിപ്പിച്ചു. മെതുശലേഹ് മെതുശയേലിനെ ജനിപ്പിച്ചു. മെതുശയേല് ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ആ വാക്ക് ശ്രദ്ധിച്ചോ. അതിനു മുൻപെല്ലാം ദൈവം കൊടുക്കുകയായിരുന്നു. ലാമേക്ക് വന്നപ്പോ പുള്ളിക്ക് ഞാൻ എടുക്കും. ഈ ഇടയ്ക്ക് കേരളത്തിൽ ഒരാൾ എടുത്തിട്ട് പോയതാണല്ലോ, ഏതൊരു ജില്ലയെ. ഞാൻ എടുത്തിട്ടേ പോകത്തുള്ളൂ. നിങ്ങളൊരു കടയിൽ കയറി ചോദിക്കാതെ എടുത്തു. ഈ എടുക്കുന്നതിന് എന്തോ പറയുന്നേ? മോഷണം. സിമ്പിൾ. അതുകൊണ്ട് ദൈവം അതേ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു വാക്കുണ്ട്. വേദപുസ്തകത്തിൽ ആദ്യമായി സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ്, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ഞാൻ വിഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിയതിൽ അനുദപിക്കുന്നു. മക്കളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെയും കണ്ട് ദൈവം അനുദപിക്കാൻ പാടില്ല. നിങ്ങളെ കണ്ട് ദൈവം അനുദപിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം നടപ്പിലാക്കുന്നതിന് നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭവനം വിട്ട് ഇറങ്ങിപ്പോകരുത്. നിങ്ങൾ ആരെയും കണ്ട് ദൈവം അനുദപിക്കാൻ പാടില്ല. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കണ്ട് സന്തോഷിക്കണം. കാൽവരിയിലെ ക്രൂശിൽ തന്റെ അവസാനത്തെ തുള്ളി രക്തവും നൽകി നമ്മളെ വീണ്ടെടുത്തത് എന്തിനെന്നറിയാമോ? വെള്ളി, പൊന്ന് എന്നും മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മളെ വീണ്ടെടുത്തത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ ആ പുണ്യാഹ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. എന്തിനെന്നറിയാമോ? ദൈവത്തിന് രാജകീയ പുരോഹിത വർഗമായി
വിശുദ്ധ വംശമായി നിൽക്കേണ്ടതിന് ഈ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചത് എന്തിന്? ഈ അന്ധകാരത്തിലിരിക്കുന്നവനോട് ഇവിടെയുള്ള സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടിയിട്ടാണ്. ഇനി അന്ധകാരത്തിലോട്ട് പോകരുത്. ഇത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ കക്കുകയാണ്. വേറെ ആർക്കോ ഉള്ളതിനെ മോഷ്ടിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോട് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ പ്രേമത്തിനകത്ത് ഇപ്പൊ വീണ് പെട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, വേറെ ആർക്കോ വേണ്ടി നിയമിച്ച പെൺകുട്ടിയെ നിങ്ങളിപ്പോൾ അടിച്ചു മാറ്റി ഹൃദയത്തിൻ്റെ അകത്ത് കൊണ്ട് നടക്കുകയാണ്. കള്ളന്മാരാണ് എന്ന് അർത്ഥം. കള്ളികളോട് പറയുകയാണ്, ഏതോ പെൺകുട്ടിയെ സന്തോഷത്തോടെ പരിരക്ഷിച്ച് ആ ദൈവം നടത്തുന്ന വഴിയിലൂടെ പോകേണ്ട പയ്യന് ചിരിച്ച് കണ്ണും കൈയും കാണിച്ച് ലിഫ്റ്റിക്കിട്ട് ഒരു ചിരിയും ചിരിച്ച് പാവത്തിനെ നിങ്ങൾ പെടുത്തിയിരിക്കുകയാണ്. കള്ളികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തോടെ വച്ച് അവസാനിപ്പിച്ചോണം. ഇറ്റ്സ് എ സിൻ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഇതിൻ്റെ പിന്നിലെ സൈക്കോളജി കൂടെ പറയാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും സൈക്കോളജി എന്നൊക്കെ പറഞ്ഞാൽ, കാരണം ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഈ പ്രായത്തിലെ ഈ പ്രേമത്തെ സൈക്കോളജിയിൽ പറയുന്ന ഒരു പേരാണ് ഇൻഫാക്ച്വേഷൻ. എതിർലിംഗക്കാരോട് തോന്നുന്ന അതിശക്തമായ ആകർഷണം, അതാണ് ഇൻഫാക്ച്വേഷൻ. കാണുമ്പോൾ ഏതെങ്കിലും നല്ല പെൺകുട്ടികൾ അതുവഴി നടന്നു പോയാൽ വായ്നോട്ടം, ഇക്കൂട്ടിസം എന്നും പറയും. ഈ ഫസ്റ്റ് ലുക്ക് ഈസ് നോട്ട് സിൻ, അതുകൂടെ എഴുതി വെച്ചോണം വേണമെങ്കിൽ. നമ്മൾ വഴിയെ പോകുമ്പോൾ അനേക ആൺകുട്ടികളോട് പറയണം, നല്ല പെൺകുട്ടികളെ കാണും, സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കാണും. കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ നോക്കിപ്പോവും. അതിൽ തെറ്റില്ല, തെറ്റില്ല. നോക്കിയിട്ട് പിന്നെ അതാണ് തെറ്റ്. അപ്പോൾ ചിലർ ഞങ്ങളുടെ ചോദിക്കാറുണ്ട്, സാറേ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി എൻ്റെ മുമ്പിലൂടെ നടന്നുപോയി, ഞാൻ എന്തോ ചെയ്യണം? നല്ല ചോദ്യം. ഇന്ന് മുതൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ശ്രദ്ധിച്ച് കേട്ടോണം എന്തോ ചെയ്യണമെന്ന്. ഒരു സൗന്ദര്യമുള്ള പെൺകുട്ടി നടന്നു പോയാൽ ഉടനെ തന്നെ ആ സൗന്ദര്യം ആസ്വദിച്ചിട്ട്, ദൈവമേ അങ്ങേക്ക് നന്ദി, അങ്ങ് എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ മകളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവൾക്ക് എന്നെക്കാൾ ഭക്തിയുള്ള ഒരു പയ്യനെ ദൈവം ഭർത്താവായി നൽകണമേ, സ്തോത്രം. അത് ഞാനായിരിക്കണേ കർത്താവേ. അത് വേണ്ട. പറഞ്ഞേട്ടല്ലോ, പെൺകുട്ടികളോടും പറയാണ്, ഏതെങ്കിലും നല്ല പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്ത് വർഷിപ്പില്ല, അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളൊക്കെ നല്ല ഉത്സാഹിയായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ദൈവമേ അങ്ങേക്ക് നന്ദി, ഈ അഴുക്ക് ജാലുള്ള ലോകത്തിൽ ഈ ചേട്ടനെ ഇത്രയും നല്ല നിഷ്കളങ്കനായിട്ട് അവിടെ നിന്ന് വളർത്തിയല്ലോ, നന്ദി കർത്താവെ. അദ്ദേഹത്തിന് ഏറ്റവും ഭക്തിയുള്ള ഒരു പെൺകുട്ടിയെ, എന്നെക്കാൾ ആത്മീയയായ ഒരു പെൺകുട്ടിയെ അങ്ങ് നൽകണം കർത്താവെ, സ്തോത്രം എന്ന് പറഞ്ഞ് വഴിയെ അങ്ങ് പൊയ്ക്കോളണം. എന്നിട്ട് ഫോൺ നമ്പർ കൊടുക്കരുത്. അപ്പൊ ഇൻഫാക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫാക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ കൗമാരപ്രായത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ശരീരത്തിലെ ഹോർമോണുകൾ, എതിർലിംഗക്കാരോട് തോന്നുന്ന ഒരു പ്രശ്നമാണ് ആകർഷണം. ആകർഷണം പാപമല്ല. ആകർഷണം ഇല്ലെങ്കിലാണ് കൗൺസിലിങ്ങിന് പോകേണ്ടത്. ആകർഷണം ഇല്ലെങ്കിൽ. എന്നാൽ നിങ്ങൾ പറയും ഈ ഇൻഫാക്ച്വേഷൻ്റെ അർത്ഥം. രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറി, മലയാളത്തിൽ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, അകാരണമായ വികാരാധിക്യം മൂലം ഒരാളോട് തോന്നുന്ന സ്നേഹത്താൽ പരാജിതൻ, അതായത് പരാജയം എന്ന് പറഞ്ഞൊരു കുഴി, ശ്രദ്ധിച്ച് കേട്ടോണം, പരാജയം എന്ന് പറഞ്ഞൊരു കുഴി, ഈ കുഴിയിലോട്ട് കാരണമില്ലാതെ പോയി ചാടണം. എനിക്കും ചാടണം, എൻ്റെ കൂട്ടുകാരെല്ലാം ചാടി, അവന്മാരെല്ലാം ഇപ്പം സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കും ചാടണം. ഈ ക്യാമ്പിനെങ്കിലും വന്നിട്ട്, കഴിഞ്ഞ ക്യാമ്പിനോ പറ്റിയില്ല, ഈ ക്യാമ്പിനെങ്കിലും വന്നിട്ട് ഏതെങ്കിലും ഒരു കുഴിയിൽ എനിക്ക് ചാടണം. നിങ്ങൾ പറയും അത് ഞങ്ങൾക്ക് മലയാളം ഡിക്ഷണറി പോരാ, പിന്നെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി കേട്ടോ. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ അർത്ഥം, ഇല്ലുസ്ട്രേറ്റഡ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് എക്സ്ട്രീംലി ഫൂളി എന്ന് പറഞ്ഞാൽ പമ്പര വിഡ്ഢിത്തത്താൽ ബാധിക്കപ്പെട്ടത്. എടാ വിഡ്ഢി, പ്രേമിച്ച് നടക്കുന്നവനെ കുറിച്ച്. ഇത് ദൈവമകനൊന്നും അല്ല ഈ ഡിക്ഷണറി എഴുതി വെച്ചത്. അപ്പോൾ വിഡ്ഢിത്തമാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആകുന്നതിന് മുൻപ് തന്നെ എടുക്കുന്ന പല തീരുമാനങ്ങളിൽ ഒന്നാണ് ഈ പ്രായത്തിൽ എടുക്കുന്ന ഇങ്ങനെയുള്ള ഒരു തീരുമാനം. അതുകൊണ്ടാണ് കല്യാണ പ്രായം ഇന്ന പ്രായത്തിൽ വച്ചിരിക്കുന്നത്. നമുക്ക് ലൈസൻസിന്റെ പ്രായം, അല്ലെങ്കിൽ ഇന്ത്യയിൽ 18 വയസ്സ് എന്ത് വച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുൻപ് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ചിലപ്പം തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എങ്ങാനും ഡ്രൈവിംഗ് ലൈസൻസ് തന്നിരുന്നെങ്കിൽ നിങ്ങളെ ഒരൊറ്റ വാഹനം ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ.
അവനാ. മറ്റത് പക്വത വരുമ്പോൾ അവൻ പോകുന്ന അവൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, ഞാൻ വേറെ വഴിക്കാണ് പോകുന്നത്, ടാറ്റ ബൈ ബൈ, തീർന്നു. അപ്പൊ ഈ പ്രായത്തിൽ നിങ്ങളുടെ ബ്രെയിന് മെച്വർ അല്ല, അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ പ്രേമത്തിൽ വീഴുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ഫോൾ ഇൻ. രണ്ടുപേര് മറ്റേ മുകളിലിരിക്കുകയാണ്. ഫോൾ ഇൻ ലവ് എന്ന് പറഞ്ഞാൽ പ്രേമത്തിൽ വീഴുക. ഒരുത്തൻ ഒരു ചാണകക്കുഴിയിൽ വീണു. ഉദാഹരണമാണ്, ചാണകക്കുഴിയിൽ വീണു. ചിലരുണ്ട് പ്രേമത്തിൽ വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് മറ്റേ ഫേസ്ബുക്കിലൊക്കെ ഐ ഫോൾ ഇൻ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് കളയും. ഏവനെങ്കിലും ചാണകക്കുഴിയിൽ വീണിട്ട് ഉടനെ തന്നെ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഐ ഫോൾ ഇൻ ചാണകക്കുഴി. എടാ നാറിയവനെ, നീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നല്ലവണ്ണം കുളിച്ച് വൃത്തിയായി സോപ്പിട്ട് തേച്ച് സ്പ്രേ ഒടിച്ച് മര്യാദയ്ക്ക് മിണ്ടാതെ പോകേണ്ടതിന് അതിനും എടുത്ത് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, അനന്തരം ദൈവം മനുഷ്യനേകനായിരിക്കുന്നതെന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും. ശ്രദ്ധിച്ച് കേട്ടോണം, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ആദമിനെ പിടിച്ച് കിടത്തിയില്ല. പിന്നെ എന്തോ ചെയ്തു? മൃഗങ്ങളെ എല്ലാം വിട്ടു. എന്തിനാണ് മൃഗങ്ങളെ വിട്ടത്? ആലോചിച്ച് പറഞ്ഞേ. എന്തിനാ ഈ മൃഗങ്ങളെ വിട്ടത്? മൃഗങ്ങളെ വിട്ടത് എന്തിനാണ്? അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യൻ എന്ത് പേരിടുമെന്ന് കാണാനാ വിട്ടത്. ആണോ അല്ലയോ? പക്ഷെ അതിന്റെ സീക്വൻസ് ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ ഈ പറയുന്നതൊന്നും പുറത്തുനിന്ന് പറയുന്നതല്ല, ബൈബിളിലെ കാര്യം തന്നെയാണ് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞിട്ട് ഉടനെ പട്ടിയെ വിട്ടു. ഇതൊരു മലയാളി ആദമായിരുന്നെങ്കിൽ എന്തോ ചിന്തിച്ചാന്? ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല മയിൽപ്പീലി, നല്ല സൗന്ദര്യമുള്ള മയിൽപ്പീലിയുള്ള ഒരു മയിൽ വരികയാണ്. ഉടനെ ആദം ചിന്തിക്കും, മലയാളി ആദമാണെങ്കിൽ ചിന്തിക്കും, ദൈവം തരുമെന്ന് പറയുകയും ചെയ്തു, ദാ വരുന്നു മയിൽപ്പീലിയുള്ള മയിൽ, നല്ല ബ്യൂട്ടിഫുൾ, ഇത് തന്നെ, ബാ പോവാം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ദാ വരുന്നു നല്ല ആജാന ബാഹുവായ വെള്ളക്കുതിര. അവന്റെ ചാട്ടം നോക്ക്, ഇതെങ്കി ഇത്, ബാ പോവാം. മക്കളെ, ഈ 14-15 വയസ്സാകുമ്പോൾ തന്നെ നിങ്ങളുടെ, ശ്രദ്ധിച്ച് കേട്ടണം, നിങ്ങളുടെ ആ ഹോർമോണുകൾ, ഡോപ്പമിൻ, സിറട്ടോൺ, നോറെപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ എന്ന് പറഞ്ഞ കുറച്ച് രാസവസ്തുക്കളുണ്ട്. ഈ ഹോർമോണൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ആകുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുൻപിലൂടെ ദൈവം പലരെയും വിടും. എന്തിനെന്നറിയാമോ? പേരിട്ട് വിട്ടോളണം. ഇതിനെല്ലാം കണ്ട് പേരിട്ട് വിടാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുമ്പിലൂടെ +2 സമയത്തും ഡിഗ്രി സമയത്തും നിങ്ങളുടെ മുമ്പിലൂടെ പല മൃഗങ്ങളെ വിടുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചില പട്ടികൾ വാലാട്ടി നിങ്ങളുടെ പിന്നാലെ നടക്കും. ഉടനെ പട്ടി പോ, പൂച്ച പോ. ചില കുരങ്ങുകൾ ചാടി വരും പിന്നാലെ. ചില ആനകൾ വരും, പറഞ്ഞേട്ടോ, ചില പൂച്ചകൾ വരും. ഇതിനെല്ലാം അങ്ങ് പേരിട്ട് പറഞ്ഞു വിട്ടോളണം, നിങ്ങൾക്കുള്ളതല്ല. ചിലർ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ അങ്കിളെ സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെ അവനും, അതുകൊണ്ട് ഇത് ദൈവം തന്നതാകാനുള്ള സാധ്യത ഉണ്ട്. ഞാനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കും, അവനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കും. ഞാനും ചിരിക്കുമ്പോൾ പല്ല് കാണും, അവനും ചിരിക്കുമ്പോൾ പല്ല് കാണും. ഞാനും രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കും, അവനും ബൈബിൾ വായിക്കും. അപ്പൊ സാമ്യം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 90% സത്യമായിട്ടും ഇതെനിക്ക് തന്നെന്നാണ് തോന്നുന്നത്. പലരും അങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം, സാമ്യം വച്ചാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആദമിന്റെ മുൻപിലൂടെ ആദ്യം ഈ മൃഗങ്ങളെ വിട്ടു. ആദം ആരെ തിരഞ്ഞെടുക്കുമായിരുന്നു? നിങ്ങൾക്കറിയാമോ? മൃഗങ്ങളിൽ 98.4% ആദമിനോട് സാമ്യനായ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. മക്കളെ, സാമ്യം വച്ചല്ല സ്നേഹിക്കാൻ നടക്കേണ്ടത്. പോകരുത്, പിന്നാലെ പോകരുത്. ചില പിള്ളേർ പറയും, അങ്കിളെ 98.4 98.8%. അവന്റെ ചിരി കണ്ടില്ലേ? സത്യമായിട്ട് അവൻ തന്നെ ദൈവം എനിക്ക് തന്നത്. ചിരി കണ്ടാലറിയാം. ആദം ഇവരെങ്ങാനുമാണ് തിരഞ്ഞെടുത്തെങ്കിൽ നമ്മളിപ്പോ ഈ പരുവായന്.
നല്ല രസമുണ്ടല്ലേ? മക്കളെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. അത് പറയാനാണ് ഞാൻ ഇത്രയും ഗൗരവമുള്ള കാര്യം അല്പം നർമ്മം ചേർത്ത് പറയാൻ ശ്രമിച്ചത്. ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നതാണ്, പക്ഷേ ഇത് ഗൗരവമായ വിഷയമാണ്. പ്രേമിച്ച് നടക്കുന്നവരെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 10 കൽപ്പന നമുക്ക് എല്ലാവർക്കും അറിയാം. മൊത്തം എത്ര കൽപ്പനയുണ്ട്? 10. ഈ 10 കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. പ്രേമിക്കുന്ന ഒരാൾ 1-ാം കൽപ്പന ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ? എടാ, നിനക്ക് ദൈവം വേണോ അവള് വേണോ? അയ്യോ, എനിക്ക് ദൈവം മതി, സ്തോത്രം. ആരെങ്കിലും ഒരാൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. 1-ാം കൽപ്പന ലംഘിച്ചു. ഇനി 2-ാം കൽപ്പന എന്താണ്? ഒരു വിഗ്രഹം ഉണ്ടാകരുത്. അങ്കിളെ, കണ്ണ് തുറക്കുമ്പോൾ അവൻ്റെ ചിത്രം, ബുക്ക് തുറക്കുമ്പോൾ അവൻ്റെ ചിത്രം, കിടക്കാൻ ഉറങ്ങുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നു. ദൈവത്തെക്കാൾ വിഗ്രഹമാണോ അല്ലയോ? ആണ്. പ്രേമം. ഇനി 3-ാമത്തെ കൽപ്പന, ദൈവത്തിൻ്റെ നാമം വെറുതെ എടുക്കരുത്. എടുക്കത്തില്ലേ? പാരൻസ് വന്ന് ചോദിക്കും, എടി നിനക്ക് അങ്ങനെ വല്ല ബന്ധവും? മമ്മി, ദൈവം പ്രോമിസ്. എത്ര വട്ടം ദൈവത്തെ അല്ലേ? ഇനി ഈ പെൺകുട്ടിയോടും പറയും, എടി ദൈവത്തിനാണ് ഞാൻ പറയുന്നു, നിന്നല്ലാതെ വേറെ ഞാൻ ആരെയും കെട്ടത്തില്ല. 8 പേരോട് ഇവൻ പറഞ്ഞിട്ട് 9-ാമത്തോളോടാ ഇത് പറയുന്നത്. അവനിതൊരു ശുശ്രൂഷയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് 3-ാം ക്ലാസ് മുതൽ. ശബത്ത് നാളിൽ അത് ഓക്കെ, വേണ്ട. അടുത്ത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. മാതാപിതാക്കന്മാർ പറയാണ്, മോളെ നീ ഇത് വിടുക. ശരി മാതാശ്രീ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ. നിങ്ങളാരും എൻ്റെ കാര്യത്തിൽ തലയിടാൻ? എനിക്കറിയാം എൻ്റെ കാര്യം അന്വേഷിക്കാൻ. ദിസ് ഇസ് മൈ ലൈഫ്, ദിസ് ഇസ് മൈ ബോഡി, ദിസ് ഇസ് മൈ ഫ്യൂച്ചർ. ഹു ആർ യു? അല്ലേ? കുല ചെയ്യരുത്. ഇങ്ങനൊരു മമ്മിയും പപ്പ ഇല്ലായിരുന്നെങ്കിൽ. പ്രേമിക്കുമ്പോൾ മറ്റവനോടുള്ള സ്നേഹം കാരണം അച്ഛനമ്മയും വേണ്ടാന്ന് പോലും വയ്ക്കും. ആണോ അല്ലയോ? ഉള്ള സത്യം പറഞ്ഞാൽ, പച്ചയായ സത്യം പറഞ്ഞാൽ, കോപിച്ചാൽ കുല ചെയ്യുന്നു എന്നാണ്. എത്രയോ പ്രാവശ്യം പാരൻസിനോട് ചിലപ്പോൾ കോപിച്ചിട്ടുണ്ടായിരിക്കും ഈ വിഷയത്തിൽ. വ്യഭിചാരം ചെയ്യരുത്, ഞാൻ അതിലോട്ട് വരുന്നുണ്ട്. മോഷ്ടിക്കരുത്. മോഷണമാണോ? വേറെ ആർക്കോ വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന ആളെ നമ്മളിങ്ങനെ പോക്കറ്റിലിട്ട് ഹൃദയത്തിലിട്ടും കൊണ്ട് നടക്കുകയാണ്. മോഷ്ടിച്ചു. കൂട്ടുകാരൻ നേരെ കള്ളസാക്ഷ്യം പറയുന്നത്, കള്ളമേ പറയത്തുള്ളൂ. ഇനി 10-ാമത്തെ കൽപ്പന എന്താണ്? കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അവൻ്റെ ദാസനെ ദാസി അതൊന്നും വേണ്ട, കാളയും കഴുതൊന്നും വേണ്ട, കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത്. 10 കൽപ്പനയിൽ 9 കൽപ്പനയിൽ ലംഘിക്കുന്ന മഹാപാപമാണ് കൗമാരപ്രായത്തിൽ നിങ്ങൾ ആരെയെങ്കിലും പ്രേമിച്ച് നടക്കുകയാണെങ്കിൽ. മത്തായി എഴുതിയ സുവിശേഷം 5:28 ഒരു വാക്യമുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനല്ല. ഇതിൻ്റെ ഗൗരവം മനസ്സിലായോ മക്കളെ? ഇതിൻ്റെ ഗൗരവം മനസ്സിലായോ? ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ഖണ്ഡക്ഷോഭം ചെയ്യുന്നതെന്നറിയാമോ? നിങ്ങളെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നിങ്ങളെ എങ്ങനെയെങ്കിലും ഈ അഴുക്ക് ചാലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആരെങ്കിലും ഈ രീതിയിൽ തുടരുന്നുണ്ടെങ്കിൽ, കാരണം ദൈവം ഇതിനെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ദൈവം പറയുക, മറ്റൊരാളുടെ പിന്നാലെ അയാളെ സ്വന്തമാക്കാൻ പിന്നാലെ നടക്കുന്നത് പ്രേമം അല്ലെങ്കിൽ മോഹം സമം വ്യഭിചാരം. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ വ്യഭിചരിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിന് വിഷമം തോന്നും അല്ലേ? പക്ഷെ സ്വർഗത്തിലെ ദൈവം അങ്ങനെ നടക്കുന്നവരെ ഏത് രീതിയിലായിരിക്കും മാർക്കിടുന്നത്? പ്രിയ മക്കളെ, ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. ഈ ദിവസം ഒരു തീരുമാനം എടുക്കണം. ദൈവമേ, അങ്ങയുടെ സർവജ്ഞാനത്തിനെതിരെ എനിക്കൊന്നും പ്രവർത്തിക്കണ്ട. ദൈവത്തിൻ്റെ സർവജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ സ്വഭാവത്തിനും നിങ്ങളുടെ ഭാവിക്കും അനുസരിച്ച് ദൈവം തക്കതായ ഒരാളെ എവിടെയോ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ സുഖം മതി, എനിക്ക് എൻ്റെ സന്തോഷം മതി എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ ധൂർത്തപുത്രൻ്റെ അവസ്ഥയായി തീരും. ധൂർത്തപുത്രൻ അവന് വേണ്ടതെല്ലാം സ്വരൂപിച്ചിട്ട് യാത്ര പുറപ്പെട്ടു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? എല്ലാം ചിലവഴിച്ച്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:14, 15, 16 വാക്യങ്ങളിൽ എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായി. There is a time that you are going to stop your play with God.
ദൈവത്തിനെതിരെയുള്ള കളി നിൽക്കാൻ പോകുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. There is a day that you are going to lose. ദൈവം ഇല്ലാതെയുള്ള സകല പ്രവൃത്തികളും ഒരു ദിവസം തകരും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും കുഴപ്പമൊന്നുമില്ല, ഞാൻ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് പോകും. പക്ഷേ ഒരു ദിവസം ഇത് നിൽക്കാൻ പോവുകയാണ്. ആദവും തെറ്റ് ചെയ്തു, പക്ഷേ അവരുടെ തെറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ ദൈവം പിടിച്ചു. അനന്യാസ് സഫീറയുടെയും കഥ നമുക്കറിയാം. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൃത്യം അനന്യാസ് സഫീറയും ദൈവം പിടിച്ചു. ബത്ശേബയുടെ കാര്യം അറിയാം. ദാവീദും ബത്ശേബയും തെറ്റ് ചെയ്തു. 1 വർഷം വരെ ദൈവം ഒന്നും മിണ്ടിയില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ പ്രവാചകനെ വിട്ട് നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. ചിലരെ അപ്പഴ് പിടിക്കും, ചിലരെ മണിക്കൂറുകൾ കഴിഞ്ഞ് പിടിക്കും, ചിലരെ 1 വർഷം കഴിഞ്ഞായിരിക്കും. യൂദയെ 3 വർഷം കഴിഞ്ഞിട്ടായിരുന്നു യൂദയെ ദൈവം പിടിച്ചത്. ഞാൻ പറഞ്ഞ എൻ്റെ ആശയം മനസ്സിലായോ? നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണ കൊണ്ടത്രേ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭവനം വിട്ട് എൻ്റെ ഇഷ്ടം നടത്തണമെന്ന് പറഞ്ഞ് പോകുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ദിസ് ഈസ് ദ ടൈം ടു വേക്കപ്പ്. എഴുന്നേൽക്കേണ്ട സമയമായി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, രമ്യ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം. ഒരുവൻ വീണാൽ എഴുന്നേൽക്കയില്ലയോ? ഒരുവൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരത്തില്ലേ? നിങ്ങൾ നടന്നു പോകുന്ന ഒഴുകിയ വഴിയിൽ പഴത്തിൽ ചവിട്ടി വീണു, പഴത്തിൻ്റെ തൊലിയിൽ ചവിട്ടി വീണു, ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ നമ്മൾ ചാടി എഴുന്നേക്കും. ഒന്നും അറിയാത്തവരുടെ ഒരു തട്ടി അങ്ങ് പോകും. അല്ല, നമ്മൾ ആരെങ്കിലും വീണ ഉടനെ തന്നെ മണി 4:10 ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ എഴുന്നേക്കാം. ചെയ്യോ? അല്ല. വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരുമോ? മടങ്ങി വരും. ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു മടങ്ങി വരവിന് ദൈവം ചിലരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ധൂർത്തപുത്രൻ, അവൻ സുബോധം വന്നപ്പോൾ, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച ശേഷം ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട്. ഇന്നും വിശന്ന് കിടക്കുന്ന ചിലരിവിടെയുണ്ട്. ഞാനൊരു സത്യം പറയട്ടെ, ഈ സംഭവം ദൈവം പറയുന്നത് യഹൂദന്മാരോടാണ്. യഹൂദന്മാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്തെന്നറിയോ? പന്നിയാണ്. ഒരു യഹൂദൻ കൊണ്ടുപോലും പറയാൻ പറ്റാത്ത വാക്കാണ് പന്നി എന്നുള്ള വാക്ക്. ഈ യഹൂദൻ ദൈവത്തിന്റെ ഭവനം വിട്ട് പോയപ്പോ അവൻ ചെന്ന് ചാടിയത് പന്നികളെ മേയ്ക്കുന്ന സ്ഥലത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നീ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയൊരു പടുകുഴിയിലായിരിക്കും ചെന്ന് ചാടാനായിട്ട് പോകുന്നത്. അവിടെ നിന്ന് മടങ്ങി വരുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവമേ, എൻ്റെ ബന്ധങ്ങൾ എന്നെ കൊണ്ടെത്തിക്കുന്നത് ഏറ്റവും വലിയ അപകടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കതായ പ്രതിഫലം ലഭിക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരും. ഈ മകനൊരു ബോധമുണ്ടായി, എൻ്റെ പിതാവിന്റെ വീട് തുറന്നു കിടക്കുകയാണ്, ഞാൻ ഇന്ന് അങ്ങോട്ട് യാത്രയാകുകയാണ്. ഈ മകൻ തിരിച്ചു വന്നപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു വാക്കാണ്. ഈ അപ്പം പറയുന്ന വാക്കെന്തെന്നറിയാമോ? എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, നീ പോയപ്പോൾ മുതൽ ഈ വീട് മരണ വീട് പോലെയായി. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭവനത്തെ മരണ വീടാക്കിയിട്ടുണ്ട്? ഹൗ മെനി ഓഫ് യു റാൻ ഫ്രം ദ ഹൗസ് ഓഫ് ഗാഡ്? ഗോഡ് വാണ്ട്സ് us to come back right now. നിങ്ങൾ ഏത് സ്വഭാവമുള്ളവരായിക്കോട്ടെ, ഈ മകൻ തിരിച്ചു വന്നപ്പോൾ ഈ പിതാവ് ഒരു ചോദ്യവും ചോദിക്കാതെ അവനെ മാറോട് ചേർക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പരാജയങ്ങൾ വന്നിട്ടുണ്ടോ? കൗമാര യൗവന പ്രായത്തിൽ ഒരു വ്യക്തിക്ക് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മാത്രമേ നമ്മളിന്ന് ചർച്ച ചെയ്തുള്ളൂ, പ്രേമബന്ധങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രേമബന്ധത്തിൽ പോയി വീണിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയാ, ഇറ്റ്സ് എ സിൻ, വ്യഭിചാരമാണ്. മടങ്ങി വരാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, ടേക്ക് എ ഡിസിഷൻ റൈറ്റ് നൗ. ഇന്നൊരു തീരുമാനമെടുക്കണം. കർത്താവേ, എൻ്റെ സൗഹൃദങ്ങളിൽ ദൈവം ആഗ്രഹിക്കാത്ത സൗഹൃദങ്ങളുണ്ട്, ഞാനതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകും. നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും വെളിപ്പെടുത്തണ്ട, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണ്ട, നിങ്ങൾ കൈ ഉയർത്തണ്ട. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് മനസ്സുണ്ടോ? കർത്താവേ,
എൻ്റെ ചില സൗഹൃദങ്ങൾ, എൻ്റെ ഹൃദയത്തിലെ ചില മോഹങ്ങൾ എന്നെ വല്ലാതെ ദൈവത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിലെ ചില ചിന്തകൾ എൻ്റെ മാതാപിതാക്കന്മാരെ കുത്തി നോവിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിലെ ചില ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ ഞാൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇന്നെനിക്ക് മടങ്ങി വരണം, ഇന്നെനിക്ക് മടങ്ങി വരണം. എന്നെ അതിനായിട്ട് സഹായിക്കണമേ കർത്താവേ എന്ന ആത്മാർത്ഥ ഹൃദയത്തോടുകൂടെ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം.